മൂള ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സോണിയാഗാന്ധിയാണ് ഈ തട്ടിപ്പിന്റെ കൂടെ ഇടുന്നാണ്ട് വിചാരിക്കും സോണിയാഗാന്ധിയാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം അതാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞങ്ങളെ ഉള്ളിൽ കിടക്കുന്ന ഞങ്ങളെ വാസുവല്ല, ഞങ്ങളെ പത്മകുമാറല്ല, കടകംപള്ളിയല്ല, വാസവനല്ല, ഞങ്ങളെ കാരണഭൂതമല്ല. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ആരാണ്? സോണിയാഗാന്ധിയും ആന്റോ ആന്റണിയും പിന്നെ അടൂർ പ്രകാശും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളാണ് ഇതിന്റെ പിന്നിലെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. സോണിയാഗാന്ധിയാണെന്ന് വിചാരിക്കും. അപ്പൊ സോണിയാഗാന്ധി ഈ കൊള്ളയൊക്കെ നടത്തിയിട്ട് ഈ കൊള്ളക്ക് കൂട്ടുനിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചിട്ട് പറ്റിയേ ആ സ്വർണത്തിന്റെ ഒരു ഭാഗം എനിക്ക് ഇങ്ങനെ കെട്ടിക്കൊണ്ട എന്നൊക്കെ പറഞ്ഞ ആ ഫോട്ടോ എടുക്കട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ നമ്മളെ കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം കൂടി ചേർന്നുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് എന്താണോ ഇത്? ഈ സോണിയാഗാന്ധിയാണ് ചെയ്തതെങ്കിൽ ഇവരിങ്ങനെ പബ്ലിക്കായിട്ട് ഈ പറയുന്ന കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ ഇങ്ങനെ കൂടെ നിർത്തി കയ്യിൽ ഒരു ബ്രേസ്ലെറ്റും കെട്ടി ഇവരിൽ നിന്ന് സമ്മാനവും വാങ്ങി ചിരിച്ച് ഇവരുടെ തോളിലും കൈയിട്ട് ഫോട്ടോ എടുത്ത് ഇത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാണ് പൊട്ടന്മാരെ. എന്നിട്ട് ഉളുപ്പില്ലാതെ ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു നോക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഓരോ ദിവസവും 5-6 ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് പിന്നിൽ സോണിയാഗാന്ധി, പിന്നിൽ അടൂർ പ്രകാശ്, പിന്നിൽ ആന്റോ ആന്റണി. എന്നിട്ട് ഞങ്ങളെ പാവം സഖാക്കന്മാരെ ഈ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നു. 2016 മുതൽ ഇത് ഭരിക്കുന്നത് ആരാടോ? 2016 മുതൽ നിങ്ങളുടെ കാരണഭൂതത്തിന്റെ ഭരണമല്ലേ? ദേവസ്വം ബോർഡ് നിങ്ങളുടെ കയ്യിലല്ലേ? ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളുടെ കൂടെയല്ലേ?